എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഡേ 1 ഓഫ് മണി ബ്ലോഗ് സീരീസ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ വെൽത്ത് മാഗ്നറ്റ് സീരീസ് 5 സീരീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നിങ്ങളുടെ ഏറെക്കുറെയൊക്കെ നിങ്ങളുടെ മൈൻഡ് സെറ്റൊക്കെ കുറച്ച് മാറിയിരിക്കാം. പക്ഷേ നമ്മൾ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള മണി ബ്ലോഗ്സും നമ്മൾ റിമൂവ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ പതിഞ്ഞു പോയ ചില കാര്യങ്ങൾ, നെഗറ്റീവ്സ് കൂടി, മണി റിലേറ്റഡായ കാര്യങ്ങൾ കൂടി നമ്മൾ ഇന്ന് മാറ്റേണ്ടതുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന മെത്തേഡ്, നിങ്ങൾ ഒരു ജേണൽ എടുക്കുക. ജേണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജേണൽ എഴുതുന്നവരാണെങ്കിൽ ജേണൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തതിന് ശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായി ഞാൻ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്, അതിന് ആൻസർ വ്യക്തമായി നിങ്ങൾ കണ്ടെത്തി അത് ഓർത്ത് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക കേട്ടോ. 3 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പണമെന്നാലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്ന ചിന്ത എന്താണ്? പണമെന്നാലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത. രണ്ടാമത്, നിങ്ങളുടെ വീടുകളിൽ കുട്ടിക്കാലത്ത് നിങ്ങളുടെ പാരൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസോ പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്? നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആകാം. അത് ഓർത്തെടുക്കുക, അതിനെ എഴുതുക. മൂന്നാമത്, നിങ്ങൾക്ക് പണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നഷ്ടബോധമോ വേദനയോ കുറ്റബോധമോ ഉണ്ടായിരിക്കാം. കാരണം നമുക്ക് ഒരു സിറ്റുവേഷൻ വന്നിരിക്കാം, അവിടെ നമുക്ക് വേണ്ടത്ര പണം ചിലവാക്കാൻ സാധിക്കാതെ നമ്മുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റാത്ത വളരെയേറെ നിരാശയുണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ആ ഒരു കുറ്റബോധം എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് എന്താണോ, ആ ഒരു സിറ്റുവേഷൻ ഓർത്തെടുക്കുക, അതിനെക്കുറിച്ച് കൂടി ആ പേപ്പറിൽ എഴുതുക. അങ്ങനെ 3 ക്വസ്റ്റ്യൻസിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. ഫസ്റ്റ് അത് എഴുതിയതിന് ശേഷം അതൊന്ന് ഉറക്കെ വായിക്കുക. നിങ്ങൾ എഴുതിയ ആ 3 ഉത്തരങ്ങളും ഉറക്കെ വായിച്ചതിന് ശേഷം ഞാനീ പറയുന്ന അഫർമേഷൻ ഒരു 3 തവണ റിപ്പീറ്റ് ചെയ്യണം. അഫർമേഷൻ ഇതാണ്: ഞാൻ എൻ്റെ മണി ബ്ലോക്സിനെ സ്നേഹപൂർവ്വം തിരിച്ചറിയുന്നു. ഞാൻ അവയെ ഇവിടെ ഉപേക്ഷിക്കുന്നു. സമ്പത്ത് എൻ്റെ സ്വാഭാവിക അവസ്ഥയാണ്. ഞാൻ എൻ്റെ മണി ബ്ലോക്സിനെ സ്നേഹപൂർവ്വം തിരിച്ചറിയുന്നു. ഞാൻ അവയെ ഇവിടെ ഉപേക്ഷിക്കുന്നു. സമ്പത്ത് എൻ്റെ സ്വാഭാവിക അവസ്ഥയാണ്. കാരണം നിങ്ങളിപ്പോൾ കണ്ടെത്തിയ 3 ഉത്തരങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളറിയാതെ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഹിഡൻ മണി ബ്ലോക്സ്. അപ്പോൾ അതിന് നിങ്ങൾ കണ്ടെത്തി എഴുതിയിരിക്കുകയാണ്. അത് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നു. ശേഷം അതിനെ നിങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ ഇത്രയും എഴുതിയതിന് ശേഷം നമ്മളിത് വായിച്ചു പറഞ്ഞു. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഒരു റിച്വൽ ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ ഉള്ളിലെ ഹിഡനായിട്ടുള്ള ഈ മണി ബ്ലോക്സിനെ നമ്മൾ എഴുതി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ അഫർമേഷൻ രൂപത്തിൽ വായിച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാക്കണം, അല്ലേ, ആ ഹിഡൻ ബ്ലോക്ക് നമ്മൾ ഉപേക്ഷിക്കുകയാണത്. അതിന് നമ്മൾ ചെയ്യുന്നൊരു റിച്വലാണ്. നിങ്ങൾ ഫസ്റ്റ് ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തതിന് ശേഷം പണവുമായി ബന്ധപ്പെട്ട് നിങ്ങളിലുള്ള എല്ലാ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്തൊക്കെയാണ്? പണം എനിക്ക് ലഭിക്കില്ല, പണം എനിക്ക് കിട്ടാൻ വളരെ കഷ്ടപ്പാടാണ്, ഞാൻ പണമില്ലാതെ നല്ലൊരു ജീവിതം അർഹിക്കുന്നില്ല, പണമുള്ളവർ സ്വാർത്ഥരാകും, അതുപോലെ തന്നെ പണമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഇതുപോലെ പണത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ നെഗറ്റീവ് ഫീൽസ് ആണോ നിങ്ങൾക്ക് തോന്നുന്നത്, അതെല്ലാം തന്നെ നിങ്ങൾ ആ പേപ്പറിൽ എഴുതുക. ശേഷം അതിനൊന്ന് വായിക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് പണത്തിനോടുണ്ടായിരുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് വായിക്കുക. വായിച്ചതിന് ശേഷം ഇതിനെന്ത് ചെയ്യുക? ഈ പേപ്പറിനെ നമ്മൾ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. കത്തിച്ച് കളയുന്നത് എന്തിനാണ്? കത്തിച്ച് കളയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ടത്, ഇത് എൻ്റെ മണി ബ്ലോക്ക് ആണെന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഇനി ഇത് എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ് കത്തിക്കേണ്ടത്. ഇത് എൻ്റെ മണി ബ്ലോക്ക് ആണെന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഇനി ഇതെൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അത് ഫുള്ള് കത്തിക്കുക. അത് കത്തുന്നത് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. കാരണം അതിൽ നിന്നും വരുന്ന ആ കറുത്ത പുകയാണ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഹിഡൻ ലിമിറ്റിംഗ് ബിലീഫ്സോ എന്നൊക്കെ മനസ്സിലാക്കി അതെല്ലാം ഇപ്പോൾ യൂണിവേഴ്സിൽ പോയി ലയിക്കുന്നതായിട്ടും ഇനി നിങ്ങളുടെ മൈൻഡിൽ പോസിറ്റീവ് വൈബ്രേഷനാണ് മണിയെക്കുറിച്ചൊന്ന് ഓർത്ത് അത് കത്തുന്നത് വരെ നോക്കി നിൽക്കുക. അതിനുശേഷം നിങ്ങൾ കണ്ണുകൾ അടച്ച് പറയുക, ഞാനിപ്പോൾ സ്വതന്ത്രനാണ്. ഏതിൽ നിന്നൊക്കെ? നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സിൽ നിന്നും ഹിഡൻ മണി ബ്ലോക്സിൽ നിന്നുമൊക്കെ നിങ്ങൾ സ്വതന്ത്രനാണ്. സമ്പത്തെന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പം ആത്മവിശ്വാസവും സമാധാനവുമാണ്. സമ്പത്തെന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ ആത്മവിശ്വാസവും സമാധാനവുമാണെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ശേഷം ഞാൻ ഈ പറയുന്നതൊന്നും പറയുക. താങ്ക് യു യൂണിവേഴ്സ് ഫോർ റിമൂവിങ് ദിസ് ബ്ലോക്ക്. ഐ ആം റെഡി ടു റിസീവ് നൗ.
താങ്ക് യു യൂണിവേഴ്സ് ഫോർ റിമൂവിങ് ദിസ് ബ്ലോക്ക്. ഐ ആം റെഡി ടു റിസീവ് നൗ എന്ന് പറയണം കേട്ടോ. കാരണം എപ്പോഴും നമ്മുടെ വൈബ്രേഷൻസ് ആണ് യൂണിവേഴ്സ് മനസ്സിലാക്കുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ ഹിഡൻ ബ്ലോക്സ് എല്ലാം റിമൂവ് ചെയ്തു. നിങ്ങൾ ഇപ്പോൾ യൂണിവേഴ്സിനെ അറിയിക്കണം, എനിക്കിപ്പോൾ മണിയെ കുറിച്ച് ഒരു ലിമിറ്റിംഗ് ബിലീഫ്സും തന്നെ ഇല്ല, ഞാനിപ്പോൾ മണിയെ സ്വീകരിക്കാൻ ഓപ്പൺ അപ്പ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ യൂണിവേഴ്സിനെ അറിയിക്കുക. ഈ ഒരു റിച്വലും കൂടെ ചെയ്ത് തീരുമ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഫുൾ ഫീലോടുകൂടി ചെയ്യുക. കാരണം ഇത് വെറുതെ ഒരു റിച്വലായിട്ടും അഫർമേഷനായിട്ടും പറഞ്ഞു പോകരുത്. നിങ്ങളത് ചെയ്യുമ്പോഴും ആ കത്തിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ഉള്ളിലെ ലിമിറ്റിംഗ് ബിലീഫ് തന്നെയാണ് നിങ്ങൾ കത്തിച്ച് കളയുന്നതെന്നും പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഈ ചിന്ത നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകാൻ പാടില്ല. അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി വേണം ഈ റിച്വലിനെ നിങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്യാൻ വേണ്ടി. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ മണി ബ്ലോക്സ് ഒക്കെ മാറുകയുള്ളൂ. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഡേ 1 ഒരു എക്സസൈസ് മാത്രമാണ്. ഇനിയും നമുക്ക് 4 days ഉണ്ട്. അതിനും കുറച്ചുകൂടെ റിച്വൽസും കുറച്ച് അഫർമേഷൻസും വേറെ പ്രാക്ടീസസും ഒക്കെ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു 5 days കൊണ്ട് തന്നെ കുറച്ചൊക്കെ മൈൻഡ് സെറ്റിലും കൂടുതൽ മാറ്റം സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ഡേ 5 വരെ വെൽത്ത് മാഗ്നറ്റ് സീരീസ് ചെയ്തതുപോലെ തന്നെ മണി ബ്ലോക്ക് സീരീസിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരും കേട്ടോ. അതുപോലെ ഞാൻ ഇതിൻ്റെ കമൻറ്റിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ആർക്കെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്, ഞാൻ ഇതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് തുടങ്ങിയിട്ടുണ്ട്. കാരണം ചിലർക്ക് പുതിയതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് എഴുതുന്നവർക്ക് അതിനെക്കുറിച്ച് ഡൗട്ട്സുകൾ ഉണ്ടാകാം. അല്ല ചിലർക്ക് വന്നിട്ട് ഡെയിലി എന്താണ് എഴുതേണ്ടതെന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടാകാം. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി മോർണിംഗ് 4 പ്രോംപ്റ്റ്സും ഈവനിങ് നൈറ്റിലേക്ക് 4 പ്രോംപ്റ്റ്സും ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ ഉത്തരം മാത്രം എഴുതി നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ എന്തൊക്കെയാണോ ചോദിച്ചിരിക്കുന്നത് അതിന് നിങ്ങളുടേതായ ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതി നന്ദി പറയുക. അങ്ങനെ ആ ഹാബിറ്റ് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അതിന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ലിങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഗ്രൂപ്പിലേക്ക്. അപ്പം എല്ലാവരും ഈ പ്രാക്ടീസസൊക്കെ ചെയ്ത് നോക്കൂ. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.